ഗൈസ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കോഴിക്കോടത്തെ സ്വന്തം മിഠായി തെരുവിലേക്കാണ്. വേറൊന്നല്ല, സൺഡേ ഒക്കെ അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് ചുറ്റി വരാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം നമ്മൾ വേറെ എവിടേക്കല്ല പോകുന്നത്, സൺഡേ മാളിലേക്കാണ് പോകുന്നത്. നമ്മളെ മിഠായി തെരുവിൻ്റെ പ്രത്യേകത എന്ന് പറയട്ടെ, നമ്മൾ ആര് പോയി കഴിഞ്ഞാലും ഒരു ചവിട്ട് കിട്ടാതെ വരുന്നവർ പൊതുവേ കുറവായിരിക്കും. ഞാനെന്ന് പറയുകയാണെങ്കിൽ എപ്പം മിഠായി തെരുവെന്ന് പോകുന്നോ അന്നൊക്കെ ഒരു ചവിട്ട് വാങ്ങിയിട്ടേ വരത്തുള്ളൂ. എന്താണെന്നറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് സൺഡേ മാളിലെത്തി. അതിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ഗോറില്ല. അപ്പം എൻ്റെ അനിയനായ കുഞ്ഞൻ അത് കണ്ട് പേടിച്ചു. പിന്നെ നമ്മൾ സൺഡേ മാളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഭാഗം ഫുള്ളാണെങ്കിൽ ടെടി, ഒരു ഭാഗം ഫുള്ള് ടോയ്. അങ്ങനെ ഒരു ഭാഗത്ത് പണ്ട് ഫുള്ള് കൂളിംഗ് ഗ്ലാസ്, പേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്. ഇപ്പോൾ ചെറിയ മക്കളൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ സൺഡേ മാളിൻ്റെ ഉള്ളിൽ പോയി. അയ്യോ, എൻ്റെ കണ്ണ് പോയി. എന്തെന്നാ അത് കിടക്കുന്നത്, കമ്മലുകളിങ്ങനെ നിരനിരായി വെച്ചിരിക്കുന്നു. 100-ൻ്റെതുണ്ട്, 50-ന് താഴെ ഉള്ളതുണ്ട്, 100-ൻ്റെതുണ്ട്. 50 താഴെ ഉള്ളത് 50, 40, 30, 20 ആ ഒരു റേഞ്ചിലുള്ളതാണ്. പിന്നെ പാർട്ടി വെയർ കമ്മൽസ് എനിക്കിഷ്ടമാണ്, ബട്ട് അത്രയ്ക്കൊരു അറ്റാച്ച് ഇല്ല. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ഉള്ള ജുംക്കാരനോടാണ്. അപ്പം ഞാൻ നേരെ പോയത് ജുംക്കാസിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് എന്തൊരു ഇഷ്ടം. അപ്പം ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് ലക്ഷ്മി ദേവിയുടെ ജുംക്കയായിരുന്നു. പിന്നെ ഞങ്ങൾ സൺഡേ മാളിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കുറേ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബട്ട് ഈ ഒരു വാങ്ങുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ വേറൊന്നായിരുന്നു ആ ഒരു പിങ്ക് ലക്ഷ്മി ദേവിയുടേത്. ഇനി ഞങ്ങൾ നേരെ ഒരു കടയിലേക്കായിരുന്നു പോയത്. അവിടുന്ന് ഒരു ലൈമ് വാങ്ങി കുടിച്ചു. ആർത്തിനെ കൊണ്ടാന്ന് അറിയത്തില്ല, കുറച്ച് താഴേക്ക് പോയി. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും വാങ്ങി, ഒരു സമൂസയും കഴിച്ചു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറി. അമ്മേനോട് എന്തൊക്കെയോ പറഞ്ഞു കുത്തിയിരുന്നു. അങ്ങനെ നേരെ ഇനി വീട്ടിലേക്ക്. നേരെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആയിരുന്നു. വീഡിയോ എടുക്കാൻ തുടങ്ങിയ സൺഡേ മാളിന്ന് വാങ്ങിയത് ഇത്രയേ ഉള്ളൂ. അല്ല, ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? അപ്പം നമ്മൾ ഇത്രയും സാധനം വാങ്ങി, അതിൻ്റെ സന്തോഷ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം ഞാൻ ആദ്യം പോയി എടുത്തത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കവറായിരുന്നു. കവറ് പോയെടുത്ത സൺഡേ മാളിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളായിരുന്നു. അപ്പം ആദ്യം തന്നെ ഒരു ഗ്രീന് ജുമുക്കയായിരുന്നു. ഗ്രീനെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നീലപ്പച്ച ഷെയ്ഡായിരുന്നു. ബട്ട് അതൊരു ക്യാമറയിൽ വരുന്ന സമയത്ത് ആ ഒരു ലൈറ്റിൻ്റെ ഇതൊക്കെ കാരണം ആ ഒരു ഡാർക്ക് ബ്രൈറ്റൻ ഗ്രീന് ഷെയ്ഡാണ് കാണുന്നത്. പിന്നെ വരുന്നത് ഒരു പെർപ്പിൾ ഷെയ്ഡ്, ലൈറ്റ് പെർപ്പിൾ ഷെയ്ഡ് ഒരു ക്ലിപ്പായിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റ് മുത്തൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ വരുന്നത് നമ്മുടെ സ്വന്തം ആ ഒരു ലക്ഷ്മി ദേവിയുടെ ബ്ലാക്ക് ജുംക്കയായിരുന്നു. അതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു മുത്തൊക്കെ വെച്ചിട്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ഞാൻ സൺഡേ മാളിൽ നിന്ന് വാങ്ങിയത് ഒരു കുഞ്ഞ് സൺസ്ക്രീന്. അത് എല്ലാ സ്കിൻ ടോണിനും ചേരുന്നതാണ് സൺസ്ക്രീന്. പിന്നെ ഞാൻ എല്ലാ കമ്മൽസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ലൗലി എന്ന് പറയുന്ന ഒരു അത്തറായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വേറൊരു അത്തറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഓപ്പൺ എന്നായിരുന്നു. ഇതാണ് ഓപ്പൺ എന്ന് പറയുന്ന അത്തറ്. രണ്ടിനും നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള 2 ജോഡിയായിട്ടുള്ള 3 വളകളായിരുന്നു. അതിൽ ഒന്നാണ് ഇത്, അത് ലൈറ്റിൻ്റെ ഇത് കാരണം നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല. പിന്നെ വേറെ ഒന്നായിരുന്നു ഇതും. 3 എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. 3 നമുക്ക് ഈ ഒരു ഡിസൈനിലിടാം. നല്ല അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഡിസൈന് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇട്ട് പോവാം. പിന്നെ ഞാൻ ഒരു കമ്മൽ പാക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇത്. നല്ല പിങ്ക് അടിപൊളി ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം ഗൈസ് തീർന്നിട്ടില്ല. ദി ബിഗ്ഗസ്റ്റ് വൺ ഉണ്ട്, അത് ഞാനെടുത്ത സർപ്രൈസ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ്. തീർന്നിട്ടില്ല, വേറൊന്നുകൂടി ഉണ്ട്. കാണിച്ചട്ടെ.
ഇതാണ് നമ്മളൊരു ചില്ലുഭരണിയാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും സാധനം എന്തിനാ, ആണെങ്കിൽ ഇത്രയും കമ്മൽ എന്തിനാ? എന്ത് പറയാനാ, ഞാനൊരു കമ്മൽ ഭ്രാന്തി ആയിപ്പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരിക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.